കോഴിക്കോട് കക്കയത്ത് കർഷകൻ അബ്രഹാമിനെ ആക്രമിച്ചു കൊന്ന കാട്ടുപോത്തിനെ ഇന്ന് മയക്കുവെടി വയ്ക്കും. ദൗത്യസംഘം ഇന്ന് സ്ഥലത്തെത്തിച്ചേരും. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDFും UDFും ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെ ഒരു യോഗം വിളിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ദീപക് തർമടവും അതേപോലെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്നിവയാണ് അബ്രഹാമിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യത്തെക്കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങളുമായി ദീപക് തർമട നമുക്കൊപ്പം ചേരുന്നു. അതേപോലെ രാഹുൽ സുരേഷ് കൂടി വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരും. ആദ്യം ദീപക്കിലേക്ക്. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശരിക്കും കേരളത്തിൽ ഈ വന്യജീവി ആക്രമണം വന്നതോടെ പല നാടുകളിലും പ്രതിഷേധം നടക്കുകയാണ്. ആൾക്കാർ വളരെ ഭീതിയോടെ ഉറങ്ങുന്ന രാവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പറയൂ. SKN അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വണ്ണത്തിലുള്ള ഈ വന്യജീവി ആക്രമണം നടക്കുന്നു. വന്യജീവി ആക്രമണത്തിലുള്ള മരണങ്ങൾ നിരവധിയായി മാറുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലാണ് കക്കയത്തെ എബ്രഹാം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ്. ഈ മോർച്ചറിയിലാണ് ദാരുണമായ അന്ത്യത്തിനിരയായ എബ്രഹാമിൻ്റെ മൃതദേഹമുള്ളത്. 7:30 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികൾ ആരംഭിക്കും. ആദ്യ നടപടി ഇൻക്വസ്റ്റ് ആണ്. ഇൻക്വസ്റ്റിന് കൂരാച്ചുണ്ട് പോലീസ് എത്തണം. കൂരാച്ചുണ്ട് പോലീസ് 7:30 മണിയോടുകൂടി എത്തും. മെഡിക്കൽ കോളേജിൽ കനത്ത പോലീസ് സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ രീതിയിലുള്ള നില ഉറപ്പിച്ചിരിക്കുന്നു. സ്ട്രൈക്കർ ഫോഴ്സിന്റെ വലിയ ബസ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ചേവായൂർ പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. അതായത് എയർ ക്യാമ്പിൽ നിന്നുള്ള സായുധ സേനാ വിഭാഗം കൂടാതെ കാരണം ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്, ഈ മലയോര മേഖലയിലെ കർഷകർ അക്രമോത്സുകമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടു കിരിയത്തമ്പാറയിലെ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം, അതായത് കക്കയം ഡാമിനോട് ചേർന്നുകൊണ്ട് പെരുവണ്ണാമുഴി ജലസേചന മേഖലയിൽപ്പെടുന്ന ഒരു വന്യജീവി തുരുത്ത് എന്ന് വേണേൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസം കാട്ടുപോത്തുകൾ നീന്തി അവിടത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ പ്രദേശത്തിന് നാട്ടുകാർ തീയിട്ടു. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കൂടാതെ അവിടുത്തെ റൂറൽ പോലീസും 2 ജില്ലയിലെ പോലീസ് സേനാ വിഭാഗം ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും കൃത്യമായി പോലീസ് സേനാ സംവിധാനങ്ങളെ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഒരു പുതിയ വാർത്ത കൂടി, ബ്രേക്ക് കൂടി വരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. അദ്ദേഹം കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സയിലാണ്. പക്ഷേ 12 മണിയോടെ ഉച്ചയ്ക്ക് ശേഷം ഉന്നതതല വനം മേധാവി ഉൾപ്പെടെ, ഹോഫ് ഉൾപ്പെടെ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഈ കക്കയത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഇനിയുള്ള തുടർ നടപടികൾ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു ഉന്നതതല യോഗത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം അദ്ദേഹം മന്ത്രി ഓഫീസിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അല്പം മുമ്പ് വനമന്ത്രിയുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്. ഏതായാലും SKN സമീപകാലത്തല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു വന്യജീവി ആക്രമണ പരമ്പരയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ നേരിടണം എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള ആലോചനകൾ ഈ യോഗത്തിലുണ്ടാകും. മറ്റു ചില ഇന്റലിജൻസ് പരിശോധനകൾ കൂടി നടക്കുന്നുണ്ട്. കാട്ടിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമണം.